ഇത് വയനാടൻ കാടുകളിൽ നിന്നുള്ള ദൃശ്യമല്ല, നേരെ മറിച്ച് കോഴിക്കോട് നഗരത്തിൽ നിന്നും ഏതാനും നാഴിക അകലെ തലക്കളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ എടക്കരയിൽ സ്ഥിതി ചെയ്യുന്ന വള്ളിക്കാട്ടുകാവിൽ നിന്നുള്ള ഒരു മനോഹര ദൃശ്യമാണ്. വള്ളിക്കാട്ടുകാവ് നാമം അന്വർത്ഥമാക്കിക്കൊണ്ട് വള്ളികളാൽ സമൃദ്ധമായ ഒരിടം. കേരളത്തിലെ നിത്യഹരിത വനമാതൃകയുടെ ഒരു ചെറു പതിപ്പ്. പ്രാചീന കാലത്ത് മുഴുക്കെ വനനിബിഡമായിരുന്ന കേരളത്തിലെ ആ പഴയ വനപർവ്വത്തിൻ്റെ നാട്ടിൻപുറങ്ങളിൽ ഇനിയും നിലനിൽക്കുന്ന കാവുകളുടെ രൂപത്തിൽ നിലനിൽക്കുന്ന ഒരു ചെറുപതിപ്പ്. വനദുർഗയായ ഭദ്രകാളി ആരാധനാമൂർത്തിയായ ഇവിടെ കുംഭത്തിലെ മകം നാളിൽ മകം തൊഴൽ ചടങ്ങും ദേവിയുടെ പിറന്നാളും ചടങ്ങുകളായി നടത്തപ്പെടുന്നു. അതോടൊപ്പം വാനരന്മാർക്ക് പ്രസാദഊട്ടും നടത്താറുണ്ട്. ഒരിക്കലും വറ്റാത്ത നീരുറവ ഈ കാവിനുള്ളിലെ സസ്യജാലങ്ങൾക്കും പക്ഷിമൃഗാദികൾക്കും ജീവശ്വാസം തന്നെയാണ്. ഇവിടെ വാനരന്മാർ ധാരാളമുണ്ടെങ്കിലും എന്തുകൊണ്ടോ ഇന്ന് ഒരെണ്ണത്തിനെയും കണ്ടതില്ല. വിശ്വാസത്തിൻ്റെ ബലം ഒന്നുകൊണ്ട് മാത്രം കോടാലി സ്പർശമേൽക്കാത്ത ഇവിടുത്തെ വൻമരങ്ങൾ ആകാശത്തേക്ക് പടർന്നു പന്തലിച്ച് മരതക കുട പിടിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിന് എന്തൊരു സന്തോഷം. മലമുകളിലെ ഏതോ അജ്ഞാത ഗുഹരത്തിൽ നിന്നും തുടം പൊട്ടിയൊലിച്ച് ഏത് കൊടിയ വേനലിലും ശുദ്ധജലത്തിൻ്റെ അമൃതധാര ചുരത്തുന്ന നീരുറവ ഈ പച്ചത്തുരുത്തിൻ്റെ ഒരത്ഭുതം തന്നെയാണ്. വനത്തിൽ നിന്നും ഉത്ഭവിച്ച നാം മനുഷ്യർക്ക് പച്ചത്തുരുത്തുകളില്ലാത്ത ഒരു ജീവിതം സാധ്യമാണ്. പൂർവികർ കൊണ്ടു നടന്ന ചില വിശ്വാസങ്ങളുടെ മാത്രം ബലത്തിൽ ഇതുപോലുള്ള അപൂർവം പച്ചത്തുരുത്തുകൾ ഇനിയും ബാക്കിയുള്ളത് നാം മറന്നുകൂടാ. പ്രകൃതി ദേവതയായ കാവിലമ്മയ്ക്ക് നമസ്കാരം.